Hi all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോഡ്യൂൾ 2ന്റെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം മോഡ്യൂൾ 2 ദാറ്റ് ഈസ് ടെക്നിക്കൽ പ്രോഗ്രസ്. നമുക്കറിയാം ടെക്നിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ലൈക്ക് ഇറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ വെൻ ഇറ്റ് കംസ് ടു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇക്കോണമി ആയിക്കോട്ടെ. നമുക്കൊരു ഗ്രോത്ത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എക്കണോമിക്സിൽ ടെക്നിക്കൽ പ്രോഗ്രസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് when there is a technical progress or when there is a change in the technical progress happens in a particular firm, the production function will change. അല്ലേ, നമുക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ടെക്നിക്കലായിട്ട് അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ എഫിഷ്യൻസിയും കൂടും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് എക്കണോമിക്സിൽ ദ ടെക്നിക്കൽ പ്രോഗ്രസ് ക്യാൻ ബി viewed or can be classified into two types. You have embodied technical progress and you have disembodied technical progress. Okay, so embodied എന്ന് പറയുമ്പോൾ it is that kind of an technical progress we can achieve through investment in new equipments. പുതിയ equipments, പുതിയ machineries, പുതിയ buildings, പുതിയ land, അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ടെക്നിക്കലി പ്രോഗ്രസ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എംബോഡീഡ് എന്ന് പറയുന്നത്. വേറാസ് ഡിസെംബോഡീഡ് എന്ന് പറയുന്നത് ആസ് ദ നെയിം സജസ്റ്റ് അതിൽ കൂടുതലും റീസെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ആയിരിക്കും, വേറാസ് മോണിറ്ററി ഇൻവെസ്റ്റ്മെന്റ് ഇസ് ലിമിറ്റഡ്. നമ്മൾ അതിൽ ഉള്ള സിസ്റ്റത്തിൽ തന്നെ കൂടുതൽ റീസെർച്ച് ആൻഡ് ഡെവലപ്മെന്റോടെയാണ് നമ്മൾ ടെക്നിക്കൽ പ്രോഗ്രസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ടെക്നിക്കൽ പ്രോഗ്രസ് മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് പ്രൊഡക്ഷൻ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, അടുത്തൊരു ലെവലിലേക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ പ്രോഗ്രസ് is must. And in economics, technical progress has been divided into embodied and disembodied, and അതിന്റെ basic difference എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. Now, another important topic from module 2 is Cobb-Douglas production function. Okay, Cobb-Douglas production function അഥവാ അതിന് ചില ബുക്കുകൾ നിങ്ങൾക്ക് CD production function, C for Cobb and D for Douglas. So Cobb-Douglas production function, ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ആദ്യമായിട്ട് ഈ ഒരു കോബ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഐഡിയ കൊണ്ടുവന്ന് വിക്സീഡ് എന്നുള്ള ഇക്കോണമിസ്റ്റ് ആണ്. പക്ഷേ unfortunately that particular economist, I mean Wickseed couldn't statistically or mathematically prove this particular production function. ഈ ഒരു production function prove ചെയ്യാൻ പറ്റിയില്ല, mathematically derive ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. Later in the year 1928 two economists, Charles W. Cobb and Paul H. Douglas, statistically tested this particular production function using the manufacturing sector data of United States of America from the year 1899 to 1922. So അമേരിക്കയിലെ മാനുഫാക്ചറിംഗ് സെക്ടർ യൂണിറ്റ്സിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് ഇത് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. Now, according to this particular theory or according to this particular production function, it states that നമുക്ക് ഇതിന്റെ തിയററ്റിക്കൽ ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് നമുക്ക് തൽക്കാലം പഠിക്കാനില്ല. അതിന് പകരം അവർ ആ ഒരു ഡാറ്റ ഉപയോഗിച്ച് കൊണ്ടുവന്ന ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫൈനൽ ഇക്വേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ അക്കോർഡിംഗ് ടു ദ കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് Q is equal to A L power alpha and K power beta. Now, എന്താണ് ഈ പറയുന്ന ഓരോ വേരിയബിൾസും അല്ലെങ്കിൽ ഓരോ നൊട്ടേഷൻസ് എന്തിനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ Q ഓൾവേസ് സ്റ്റാൻഡ്സ് ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്, എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്, എത്രത്തോളം മൊത്തത്തിൽ ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതാണ് Q പറയുന്നത്. A എന്ന് പറയുന്ന ടെക്നോളജി പാരാമീറ്റർ, ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയാണ് നമ്മൾ A എന്ന് പറയുന്നത്. L for labor, K for capital. Now, the important lies what is the value or what is the importance of alpha and beta over here. ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂവിന് അനുസരിച്ചാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് പ്രൊഡക്ഷൻ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്. സോ അതാണ് ഈ പറയുന്ന കോബ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ആൽഫയും ബീറ്റയും ആണ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂസിനാണ് ഇമ്പോർട്ടൻസ്. നൗ എന്താണ് what do you mean by alpha and what do you mean by beta? Now, your alpha stands for, or alpha means the output elasticity with respect to labor, and beta stands for the output elasticity with respect to capital. അതായത് ലേബർ എന്നുള്ള ഒരു ഫാക്ടർ ഉപയോഗിക്കുമ്പോൾ അത് എത്രമാത്രം മൊത്തം ഉൽപ്പാദനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു, അവരുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആൽഫ സൂചിപ്പിക്കുന്നതെങ്കിൽ, മൊത്തം ക്യാപിറ്റൽ ഉപയോഗിച്ച ആ മൊത്തം ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര കോൺട്രിബ്യൂഷൻ ക്യാപിറ്റൽ മൊത്തം ഉൽപ്പാദനത്തിലേക്ക് ചെയ്തു, അല്ലെങ്കിൽ ക്യാപിറ്റലിൻ്റെ മാർജിനൽ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ് ബീറ്റ ഉദ്ദേശിക്കുന്നത്.
Alright, so basically the contribution made by labor and capital respectively. Now, according to the value of alpha and beta and beta value അനുസരിച്ച് the Cobb-Douglas production says that the production can go through 3 stages. 3 stages വരെ ഉണ്ടാകാം. The first one, as it indicates, alpha plus beta equal to 1. Alpha-യുടെയും beta-യുടെയും value equal to 1 ആണ് അത് add ചെയ്യുമെങ്കിൽ we call it as constant returns to scale. Now, alpha plus beta is greater than 1, we call it as increasing returns to scale, and alpha plus beta is less than 1, it is decreasing returns to scale. Now, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ ഫംഗ്ഷൻ Cobb-Douglas ആകണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, Cobb-Douglas ആകണം എന്നുണ്ടെങ്കിൽ ഇറ്റ് must satisfy the condition that alpha plus beta equal to 1, which means that ഒരു Cobb-Douglas production function എപ്പോഴും ഒരു homogeneous production function ആയിരിക്കും, which means that it always exhibits constant returns to scale. Alright, so എന്താണ് Cobb-Douglas production function, എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഫംഗ്ഷനിലെ ഓരോ വേരിയബിൾസും എന്തിനാണ് അത് സൂചിപ്പിക്കുന്നത്, ആൽഫയുടെയും ബീറ്റയുടെയും പ്രത്യേകത എന്താണ്, ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ അനുസരിച്ച് 3 സ്റ്റേജസ് വരും. പക്ഷേ അതിന് ഏത് സ്റ്റേജസിലാണെങ്കിലും ഒരു ഫംഗ്ഷൻ Cobb-Douglas ആയി മാറണമെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 1 കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആയിരിക്കണം എന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ Cobb-Douglas പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. വി വിൽ ബി കമ്മിങ് ടു ദാറ്റ് ലേറ്റർ. നമ്മൾ ഞാൻ പറഞ്ഞു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു വീഡിയോ നമ്മളതിന് ചെയ്യുന്നതാണ്. ഓക്കെ, നൗ ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓൾറൈറ്റ്, സോ നമുക്ക് ഞാൻ പറഞ്ഞു മോഡ്യൂൾ 2 നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷനാണ് ഫസ്റ്റ് സെറ്റ്, ആൻഡ് മോഡ്യൂൾ 2ൻ്റെ അടുത്തൊരു ഭാഗം മുഴുവൻ കോസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഉൽപാദന ചെലവുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി കോസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എ ഫേം ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഓക്കെ, ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ഫേമിന് ഉണ്ടാകുന്ന എല്ലാ രീതിയിലുള്ള എക്സ്പെൻസിന് ചെലവുകളെയാണ് നമ്മൾ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ദ ബേസിക് കോൺസെപ്റ്റ്സ്. സോ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യും, എക്കണോമിക്സിൽ നമ്മൾ കോസ്റ്റ് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ there are basically 2 types of classification. So നമ്മൾ ആദ്യം general cost concepts ആയിരിക്കും നമ്മൾ ആദ്യം ഡീൽ ചെയ്യാൻ പോകുന്നത്. Okay, the first one is explicit cost. So explicit cost is the expense actually met by the producer while producing a commodity. ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ബേസിക് എന്താ പറയുക ചെലവുകൾ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് അദ്ദേഹത്തിന് ഹയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോൺട്രാക്ട് ലേബേഴ്സിനെ കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ട് പുറത്തുനിന്ന് ഹയർ ചെയ്യേണ്ടി വരും, മെഷീൻസ് എന്തെങ്കിലും പുറത്തുനിന്ന് ഹയർ ചെയ്യേണ്ടി വരും കുറച്ച് നാളത്തേക്ക് മാത്രമായിട്ട്. അതായത് ആ കമ്പനിയുടെ പുറത്തുനിന്ന് അദ്ദേഹത്തിന് എന്തെല്ലാം കാര്യങ്ങൾ ചെലവുകൾ വരുന്നുണ്ടോ, ദാറ്റ് ഇസ് വാട്ട് വി കോൾഡ് ആസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് നേരെ തിരിച്ചാണ്. ഇംപ്ലിസിറ്റ് കോസ്റ്റ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ദ ഫാക്ടർ സർവീസസ് സപ്ലൈഡ് ബൈ ദ ഫേം ഇറ്റ്സെൽഫ്. അതായത് ഫേം തന്നെ, അതായത് ബേസിക്കലി നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം, ഈ ഫേമിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ചിലവെന്ന് പറയാൻ വേണമെങ്കിൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെൻറ്റ്. ഓക്കെ, നമ്മൾ ഒരു ഫേം റൺ ചെയ്യുന്നുണ്ട്, അതൊരു റെൻറ്റഡ് സ്പേസിലാണ് നമ്മൾ റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൃത്യം റെൻറ്റ് കൊടുക്കണം. ഇലക്ട്രിസിറ്റി ചാർജസ്, നമുക്ക് മാസം നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഫേമിൻ്റെ അകത്ത് വരുന്ന ചിലവുകളെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്നും, കൂടുതലും അത് പുറത്തുനിന്നാണ് അദ്ദേഹത്തിന് കൂടുതലും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ ചിലവുകളെ മുഴുവൻ നമ്മൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. നൗ നെക്സ്റ്റ് വൺ ഇസ് അക്കൗണ്ടിങ് കോസ്റ്റ്. Accounting cost എന്ന് പറയുന്നത് this is a monetary outlay for producing a certain good. Accounting cost will include your variable and fixed cost you have to pay. So accounting cost എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി നമ്മൾ അക്കൗണ്ടിങ് പേർപ്പസിന് വേണ്ടിയിട്ട്, നമ്മൾ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൽ അക്കൗണ്ടിങ് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിന് മെയിനായിട്ട് നിങ്ങളുടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റുമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്താണ് വേരിയബിൾ കോസ്റ്റ്, എന്താണ് ഫിക്സഡ് കോസ്റ്റ് എന്നുള്ളത് നമ്മൾ ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഫോർ ദ ടൈം ബീങ് യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്. ഇത് മെയിനായിട്ട് ഒരു അക്കൗണ്ടിങ് പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോസ്റ്റ് ആണ്. ഇതിൽ നമ്മുടെ വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഇസ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റാത്തത്. വൺസ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റാത്ത കോസ്റ്റിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് സങ്ക് കോസ്റ്റ് ക്യാൻ ബി റെഫേർഡ് ആസ് ആർ ദോസ് കോസ്റ്റ് ദാറ്റ് have been incurred and cannot be recouped. അതായത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടാത്ത, ഫോർ എക്സാമ്പിൾ നമ്മൾ പെയിൻറ്റിങ് കോസ്റ്റ്, നമ്മളൊരു ഫേം നമ്മൾ നടത്തിയെടുക്കണം, നമുക്കൊരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് നമ്മൾ 2 വർഷം കൂടുമ്പോൾ പെയിൻറ്റ് അടിക്കുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, അങ്ങനത്തെ കോസ്റ്റിലൊക്കെ വൺസ് നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അത് തിരിച്ച് പിടിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി വൺ. സോ അതിനെയാണ് നമ്മൾ സങ്ക് കോസ്റ്റ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് യുവർ സോഷ്യൽ കോസ്റ്റ്.
Social cost means it is a total cost for the society. It includes private cost plus external cost. So social cost എന്ന് പറയുന്നത് സമൂഹത്തിന് വരുന്ന ചെലവാണ്. Alright, സമൂഹത്തിന് ഒരു ഉൽപാദനം നടക്കുന്നത് കൊണ്ട് സമൂഹത്തിന് വരുന്ന ചെലവിനെയാണ് നമ്മൾ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് എക്സ്റ്റേണൽ കോസ്റ്റ് ആണ്. സോ എന്താണ് പ്രൈവറ്റ് കോസ്റ്റ്, എന്താണ് എക്സ്റ്റേണൽ കോസ്റ്റ്? പ്രൈവറ്റ് കോസ്റ്റ് ഇസ് എ കോസ്റ്റ് incurred by the producer in the production of goods and services. സോ പ്രൈവറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ കോസ്റ്റിൻ്റെ തന്നെ ഡെഫിനേഷൻ ആണ്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപാദകന് വരുന്ന മൊത്തത്തിലുള്ള ചെലവ്. വേറസ് എക്സ്റ്റേണൽ കോസ്റ്റ് എന്താണ്? എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിന് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, അത് പൊല്യൂഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാമേജ് ആയിരിക്കാം, അതുമൂലമുണ്ടാകുന്ന ചെലവിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ തള്ളുന്ന മാലിന്യമായിട്ടുള്ള ജലം മുഴുവൻ നമ്മുടെ കിണറ്റിലോ മറ്റുള്ളവരിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്ക് രോഗങ്ങളോ പ്രശ്നങ്ങളോ വരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ നമുക്കൊരു അസുഖമോ കാര്യങ്ങളോ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് വരും? നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. പക്ഷേ ആ എക്സ്പെൻസ് ഒരിക്കലും കമ്പനിക്കാർ വഹിക്കില്ല, നമ്മൾ തന്നെ അതിന് വഹിക്കണം. സോ വിച്ച് മീൻസ് ദാറ്റ് ഒരു കമ്പനിയോ ഒരു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസോ നടക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സൊസൈറ്റിക്ക് വരുന്ന നെഗറ്റീവ് കോസ്റ്റിനാണ് കൂടുതലും നമ്മൾ എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സോഷ്യൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രൈവറ്റ് കോസ്റ്റ് പ്ലസ് എക്സ്റ്റേണൽ കോസ്റ്റ്. The last one is your replacement cost. എന്താണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നതിന് വരുന്ന റീപ്ലേസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. It is the amount of money required to replace an existing asset with an equally valid or a similar asset at the current market price. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ മാറ്റി പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുന്നതിനുള്ള ചെലവിനെയാണ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ജനറൽ കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻസ്, അതിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. നൗ ഇനി എക്കണോമിക്സിൽ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എക്കണോമിക്സിൽ ദ കോസ്റ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 2 ബേസ്ഡ് ഓൺ ദ ടൈം പീരീഡ്. ടൈം പീരീഡിനനുസരിച്ച് നമ്മൾ കോസ്റ്റിനെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. യു ഹാവ് ഷോർട്ട് റൺ കോസ്റ്റ് ആൻഡ് യു ഹാവ് ലോങ് റൺ കോസ്റ്റ്. സോ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ദ കോസ്റ്റ് റെഫേഴ്സ് ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം where at least one input is fixed whereas while others are variable. നമുക്കറിയാം ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യുള്ളൂ, ബാക്കി എല്ലാ ഇൻപുട്സും നമുക്ക് ഫിക്സ്ഡ് ആക്കി നിർത്തിക്കൊണ്ടാണ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ വരുന്ന ചെലവിനെയാണ് നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. ലോങ് റൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എല്ലാ ഫാക്ടേഴ്സും വേരി ചെയ്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ വരുന്ന ചെലവിനെയാണ് നമ്മൾ ലോങ് റൺ കോസ്റ്റ് എന്ന് പറയുന്നത്. നൗ ഇൻ ഷോർട്ട് റൺ കോസ്റ്റ്, ദ ഷോർട്ട് റൺ കോസ്റ്റ് ഹാസ് ബീൻ ഡിവൈഡ് ഇൻ ടു 3. ഷോർട്ട് റൺ കോസ്റ്റിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യും. ഓക്കെ, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. സോ ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഷോർട്ട് റൺ കോസ്റ്റിലെ ആദ്യത്തെ കോസ്റ്റ് ആയിട്ടുള്ള ടോട്ടൽ കോസ്റ്റിനെ കുറിച്ചായിരിക്കും. നൗ വാട്ട് ഇസ് ഷോർട്ട് റൺ കോസ്റ്റ്? ഞാൻ പറഞ്ഞു ഷോർട്ട് റൺ കോസ്റ്റിൽ ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഇസ് ഡിഫൈൻഡ് ആസ് TC. സോ ടോട്ടൽ കോസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ദ ടോട്ടൽ എക്സ്പെൻസ് ഇൻകേർഡ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ. ഉൽപാദനം നടക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഉൽപാദനം നടത്തിയെടുക്കാൻ വേണ്ടി വരുന്ന മൊത്തത്തിലുള്ള ചെലവിനെയാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. Okay, and kindly note the equation TC is equal to TFC plus TVC. TC എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ഒരു സമ്മേഷനാണ്. നൗ എന്താണ് ഈ TFC, എന്താണ് TVC? TFC is also called as total fixed cost is also known as fixed cost and total variable cost is also known as variable cost, that is VC. അപ്പോൾ ചില ബുക്കുകളിൽ TFC എന്ന് കാണും, ചില ബുക്കുകളിൽ FC എന്ന് കാണും. Both remains the same. TVC എന്ന് പറയുന്നു, VC എന്ന് പറയുന്നു, സെയിം ആണ്. Now TFC, total fixed cost, the cost that do not vary with output. ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറാത്ത കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് the cost which remains the same. അതായത് ഔട്ട്പുട്ട് 0 ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കോസ്റ്റ് ഉണ്ട്, ചിലവ് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ നമുക്ക് ചിലവുകൾ വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു റെൻറ്റഡ് സ്പേസ് ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങളുടെ കച്ചവടം എന്താ പറയുക വളരെ മോശം അവസ്ഥയിൽ പോവാണ്, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ നടക്കുന്നില്ല, ആൾക്കാർ മുഴുവൻ പിരിച്ചുവിട്ടു, അവിടെ ഒന്നും നടക്കുന്നില്ല എന്നെങ്കിൽ പോലും മാസം നമ്മൾ കൃത്യമായിട്ട് റെൻറ്റ് കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ചില കോസ്റ്റുകൾ നമുക്ക് ഈവൻ ദോ പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും വി നീഡ് ടു ബെയർ ഇറ്റ്. സോ ദാറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ് ഇസ് നോൺ ആസ് യുവർ ഫിക്സ്ഡ് കോസ്റ്റ്. whereas വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ദ കോസ്റ്റ് ദാറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ
വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ വേരിയബിൾ കോസ്റ്റ് ഇസ് നത്തിങ് ബട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ ഔട്ട്പുട്ട്, നമ്മൾ എപ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ പറയുന്ന ഔട്ട്പുട്ടും നമ്മുടെ കോസ്റ്റും എല്ലാം വേരി ചെയ്യുകയാണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് വേരിയബിൾ കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽസ്, നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ റോ മെറ്റീരിയൽസ് നമുക്ക് എടുക്കാം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് കൂടും. സോ ഔട്ട്പുട്ടിനനുസരിച്ച് കോസ്റ്റ് മാറുകയാണെങ്കിൽ ഇറ്റ് ഈസ് വേരിയബിൾ കോസ്റ്റ്. വിത്ത് റെസ്പെക്റ്റീവ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് the cost which remains same is called as your fixed cost. Now ഈ പറയുന്ന ഷോർട്ട് ടേൺ കോസ്റ്റിലെ ടോട്ടൽ കോസ്റ്റ് കർവിൻ്റെ ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഇറസ്പെക്റ്റീവ് ഓഫ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് your TFC is a horizontal straight line parallel to your x-axis. Horizontal straight line ആണ്. Whereas TVC and TC നെ നമ്മൾ ചില സമയങ്ങളിൽ ചില ബുക്കുകൾ നമ്മൾ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് എന്ന് വിളിക്കും. അതാണ് SRTC എന്ന് എഴുതിയിരിക്കുന്നത്. ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റ് റിമൈൻ സെയിം, രണ്ടും സെയിം ആണ്. സോ ഷോർട്ട് റൺ ടോട്ടൽ കോസ്റ്റും അതുപോലെ തന്നെ TVCയും രണ്ടും ഒരു ഇൻവേർട്ടഡ് എസ് ഷേപ്പിലാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ആൻഡ് TVC സ്റ്റാർട്ട്സ് ഫ്രം ദ ഒറിജിനിൽ തുടങ്ങുന്ന കാരണം എന്തായിരിക്കും, ഔട്ട്പുട്ട് ഓരോ യൂണിറ്റ് മാറുമ്പോഴേക്കും നമുക്ക് TVC വരും. ആൻഡ് TC സ്റ്റാർട്ട്സ് ഫ്രം ദ ആ TVCക്ക് തൊട്ട് മുകളിൽ നിന്നാണ് നമുക്ക് ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ടോട്ടൽ കോസ്റ്റ് ഇസ് എ സമ്മേഷൻ ഓഫ് TVC ആൻഡ് TFC ആയതുകൊണ്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് യുവർ TVC ആൻഡ് TC ഓൾമോസ്റ്റ് റിമൈൻസ് നമ്മളൊരു പാരലൽ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ അവരുടെ ഗ്യാപ്പ് ആ ഒരു പാരലായിട്ട് നിൽക്കാനുള്ള കാരണം, ഫിഗറിൽ കാണിക്കുന്ന പോലെ നിൽക്കാൻ കാരണം TFC റിമൈൻസ് സെയിം. TFC സെയിം ആയിട്ട് റിമൈൻസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന രണ്ട് ഷേപ്പുകളും ഇങ്ങനെ വരാനുള്ള കാരണം. തൽക്കാലം നിങ്ങളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, കാരണം ഇതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ കുറച്ച് ബാക്കിലുണ്ട്, ഞാൻ അതിൻ്റെ ഇൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പഠിച്ചു വയ്ക്കുക. ഗ്രാഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ TFC ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആണ്, TVCയും അതുപോലെ തന്നെ TCയും ഇൻവേർട്ടഡ് എസ് ഷേപ്പ് ആണ്. ആൻഡ് TFC കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ TCയും TVCയും ആ ഒരു ഗ്യാപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം നമ്മൾ അറിഞ്ഞിരിക്കും. നൗ ഷോർട്ട് റണ്ണിൽ തന്നെ രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ആവറേജ് കോസ്റ്റ്. Okay, so average cost and average total cost. So AC or ATC both remain same. So AC is equal to average cost എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ ഫോർമുലാസ് ആണ് ഇമ്പോർട്ടന്റ്. സോ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടലിന്റെ ആവറേജ് ആണ്. സോ ആവറേജ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു TC by Q, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ Q. Q സ്റ്റാൻഡ്സ് ഫോർ ക്വാണ്ടിറ്റി, എത്രത്തോളം ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. സോ AC is equal to TC by Q. ആ TCനെ നമുക്ക് ഒന്നുകൂടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലേ. സോ TFC പ്ലസ് TVC ഹോൾ ഡിവൈഡ് ബൈ Q എന്ന് എഴുതാം നമുക്ക്. ഇല്ലെങ്കിൽ പുതിയൊരു വേറൊരു ഫോർമുല ഉള്ളത് AC is equal to AFC plus ABC. സോ മൂന്ന് ഫോർമുലാസും അറിഞ്ഞു വെക്കുക. AC is equal to TC by Q or TFC plus TVC divided by Q or AFC plus ABC. Now എന്താണ് AFC, എന്താണ് ABC? സോ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ആവറേജ് ആണ്. സോ AVC is equal to TVC by Q. Q stands for quantity. ഇനി ആവറേജ് ഫിക്സഡ് കോസ്റ്റ് AFC എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന്റെ ആവറേജ് ആണ്. സോ AFC is equal to TFC divided by Q. ഓക്കെ, ഈ ഫോർമുലാസ് കൃത്യമായിട്ട് ഓർമ്മ വയ്ക്കുക, നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാനുള്ളത് കൊണ്ടാണ്. നൗ ഷോർട്ട് റണ്ണിന്റെ മൂന്നാമത്തെ ഒരു കോൺസെപ്റ്റ് ആണ് മാർജിനൽ കോസ്റ്റ്. സോ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ കോസ്റ്റ് ആണ്. നമുക്കറിയാം ദ വേർഡ് മാർജിനൽ റെഫേഴ്സ് ടു അഡീഷണൽ. സോ ഇറ്റ് ഈസ് ദ അഡീഷൻ ടു ദ ടോട്ടൽ കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്മോഡിറ്റിയുടെ ഒരു അധിക യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന മൊത്തത്തിലുള്ള അഡീഷണൽ ചെലവിന്, ഓക്കെ, ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ട് വരുന്ന ചെലവിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് രണ്ട് രീതിയിൽ അതിൻ്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫോർമുലാസ് ഉണ്ട്. ന്യൂമറിക്കൽ, നമുക്കൊരു ടേബിൾ ടൈപ്പ് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ട് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ദ റിക്വയർഡ് ഇക്വേഷൻ ഇസ് MC is equal to TC of n minus TC of n minus 1. ഇക്വേഷൻ ഫോമിലാണെങ്കിൽ ഇറ്റ് ഇസ് MC is equal to the first order derivative of your TC with respect to Q, and Q stands for your quantity. Now ഇതിൽ നമ്മൾ പൊസിഷൻ ഓഫ് ദി ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സ് ആണ് നമ്മളിതിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ച നമ്മുടെ കർവുകൾ, നമ്മളിപ്പോൾ ഷോർട്ട് റണ്ണിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കർവുകൾ നമ്മൾ എടുത്തു. ഇതിൽ നമ്മൾ ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സിൻ്റെ പൊസിഷൻസ് നമ്മൾ ഇതുവരെ പഠിച്ച AC, AVC, AFC, MC. ഓക്കെ, ഈ കർവുകളൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഇതിൻ്റേതായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എവിഡൻസുകളുണ്ട്. എക്കണോമിക്സ് എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എവറിത്തിങ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിന് മാത്തമാറ്റിക്കലായിട്ട് ഡെറിവേഷൻസും മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ്ഡ് ആണ്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഈ ഒരു സിലബസിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും എഞ്ചിനീയറിംഗ് സിലബസ് ആയതുകൊണ്ട് തന്നെ നമ്മളതിൽ പല കാര്യങ്ങളും നമ്മളതിൽ കട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്
ഈ കോസ്റ്റ് കർവ്സിൻ്റെ ഷേപ്പ് മാത്രം നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഇത് വരയ്ക്കാനായിട്ട് പറയാം. വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ 1-2 പോയിന്റ്സ് ഇതിൻ്റെ താഴെ എഴുതാനായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഒന്നാമത്തെ പോയിന്റ് എഴുതേണ്ടത് എക്സെപ്റ്റ് എ എഫ് സി, എ എഫ് സി ഒഴികെ ബാക്കി 3 കർവുകളും എം സി, എ സി ആൻഡ് എ ബി സി, ഈ 3ഉം യു ഷേപ്ഡ് കർവുകളാണ്. ഓക്കെ, ആൻഡ് യുവർ എ എഫ് സി ഇസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, എ എഫ് സി റെക്ടാങ്കുലർ ഹൈപ്പർബോളയിലാണ് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത്. And also mention that your MC cuts through the minimum point of AC and AVC. AC-യുടെയും AVC-യുടെയും മിനിമം പോയിന്റ്സിലൂടെ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന MC കട്ട് ചെയ്തു പോകുന്നത്. തൽക്കാലം ഇത്രയും പോയിന്റ്സ് അറിഞ്ഞു വെക്കുക. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ നോട്ട്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ഞാൻ നോട്ട്സ് ഫോർമാറ്റിൽ തരുന്നതാണ്. ഇതിൻ്റെ അധികം ഞാൻ പറയുന്നു ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടക്കേണ്ട. കാരണം ഓരോ കർവ് എന്തുകൊണ്ടാണ് ഈ ഷേപ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതിനൊക്കെ ഇതിന് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. പക്ഷേ സിൻസ് നിങ്ങൾക്ക് ആ ഒരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് വളരെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് ടു ദ പോയിന്റ് മാത്രം നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കുക. നൗ ലോങ് റൺ കോസ്റ്റ് കർവ്സ്. അപ്പോൾ നമ്മൾ ഷോർട്ട് റണ്ണിൽ നമ്മൾ 3 പറഞ്ഞു. ഷോർട്ട് റണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അതിൻ്റെ ഫോർമുലാസ് പറഞ്ഞു, ഡെഫിനേഷൻസ് പറഞ്ഞു, അതിൻ്റെ ഗ്രാഫുകളും പറഞ്ഞു. ഇതുപോലെ തന്നെ ലോങ് റണ്ണിൽ നമുക്ക് 3 കോസ്റ്റുകളാണുള്ളത്. ഓക്കെ, സോ ഇൻ ദ ലോങ് റൺ ഓൾ കോസ്റ്റ് വേരീസ്. ലോങ് റണ്ണിൽ നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയുക ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അത് എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ ലോങ് റൺ, ബിക്കോസ് ഇൻ ലോങ് റൺ ഓൾ കോസ്റ്റ് വേരീസ്, ബിക്കോസ് എല്ലാ ഫാക്ടർ ഇൻപുട്സും ഈക്വൽ ആൻഡ് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ ചേഞ്ച് ആവുകയാണ്. സോ ദർ ഇസ് നോ കോസ്റ്റ് ഓർ ദർ ഇസ് നോ കോൺസെപ്റ്റ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. സോ നമുക്ക് ലോങ് റണ്ണിൽ ടോട്ടൽ കോസ്റ്റ്, ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് ആൻഡ് ലോങ് റണ്ണിൽ മാർജിനൽ കോസ്റ്റ്. സോ LTC, LAC ആൻഡ് LMC. സോ നമുക്കത് ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഇസ് എ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദ ലോങ് റൺ. ലോങ് റണ്ണിലെ മൊത്തത്തിലുള്ള ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ ലോങ് റൺ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലോങ് റൺ ആവറേജ് കോസ്റ്റ്, LAC. ലോങ് റൺ ആവറേജ് കോസ്റ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. അതായത് ഷോർട്ട് റണ്ണിൽ നമ്മൾ പഠിച്ച ആവറേജ് കോസ്റ്റുകളുടെ ഒരു കളക്ഷനെയാണ് നമ്മൾ ലോങ് റണ്ണിൽ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് ടേംഡ് ആസ് എ കളക്ഷൻ ഓഫ് SAC. നിങ്ങളിപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം യു ഷേപ്ഡ് ആണ് അല്ലേ. ആവറേജ് കോസ്റ്റുകളൊക്കെ നമ്മൾ യു ഷേപ്ഡ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ യു ഷേപ്ഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും കൂടി നമ്മൾ സം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ ഒരു സമ്മേഷനാണ് ലോങ് റണ്ണിലെ ആവറേജ് കോസ്റ്റ്. ഓക്കെ, അതിൽ ഒരു കാര്യം ഓർമ്മ വയ്ക്കുക, ഒറ്റ പോയിന്റിൽ മാത്രമാണ് SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ലോങ് റൺ ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുന്നത്. Q എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന പോയിന്റ് കാണാൻ പറ്റും, അവിടെ മാത്രമാണ്. അതിന് മുമ്പ് വരെ നമുക്ക് ആ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഫോളിംഗ് പോർഷൻ ഓഫ് LAC is tangent to the falling portion of SAC. ഓക്കെ, അതോടൊപ്പം തന്നെ ഇത് ഈക്വൽ ആയി കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും the rising portion of SAC is tangent to the rising portion of LAC. അപ്പോൾ ഒരു പോയിന്റിൽ മാത്രമാണ് രണ്ടും ഈക്വൽ ആകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റൈസിങ് പോർഷനും അതുപോലെ തന്നെ അതിന് മുമ്പാണെങ്കിൽ അതിൻ്റെ ഫോളിംഗ് പോർഷനുമാണ് ടാൻജൻ്റ് ആകുന്നത്. ആൻഡ് ഇതിൻ്റെ മിനിമം പോയിന്റിൽ കൂടെ LACയുടെ മിനിമം പോയിന്റിലൂടെയാണ് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്തു പോകുന്നത്. ഓക്കെ, ഈ ലോങ് റൺ ആവറേജ് കോസ്റ്റിന് പറയുന്ന മറ്റൊരു പേരാണ് എൻവലപ്പ് കർവ് എന്നും അതുപോലെ തന്നെ പ്ലാനിങ് കർവും എന്നുള്ളത് വിളിക്കും. സോ നമ്മൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് റെഡ് ലൈൻ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ യു ഷേപ്ഡ് ആണ്. കാരണം യു ഷേപ്ഡ് ആവാൻ കാരണം ഈ LAC ഡിറൈവ് ചെയ്യുന്ന ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകളിൽ നിന്നാണ്. ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും യു ഷേപ്ഡ് ആണ്. ദെൻ ലോങ് റൺ മാർജിനൽ കോസ്റ്റും യു ഷേപ്ഡ് ആണ്, കാരണം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും യു ഷേപ്ഡ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് യുവർ ലോങ് റൺ മാർജിനൽ കോസ്റ്റ് cuts through the minimum point of long run average cost. നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രം അതിൽ തൽക്കാലം ലോങ് റൺ കോസ്റ്റിൽ പഠിച്ചാൽ മതി. ഇൻ ഡീറ്റെയിൽ പോകേണ്ടത് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റുകൾക്കാണ്, ഷോർട്ട് റൺ കോസ്റ്റ് കർവ്സിനാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലും ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. നമ്മളത് എക്സ്ക്ലൂസീവ്ലി വേറെ ഡീൽ ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ചധികം പ്രോബ്ലംസ് വരുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. The next topic from module 2 is your revenue. നമ്മൾ ഇത്രയും നേരം നമ്മൾ പ്രൊഡക്ഷനെ കുറിച്ച് സംസാരിച്ചു, ചെലവുകളെ കുറിച്ച്, കോസ്റ്റിനെ കുറിച്ച് സംസാരിച്ചു. അടുത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ് റവന്യൂ, നമുക്ക് പിരിഞ്ഞ് കിട്ടുന്ന പണം. സോ ബേസിക്കലി റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ, ഓക്കെ, ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത വസ്തുക്കൾ മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിറ്റഴിച്ച് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. സോ റവന്യൂ is nothing but it is a receipts from sale of output by a firm
in a given period of time. Alright, so സാധനങ്ങൾ വിറ്റഴിച്ച് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. സോ അതിൽ നമുക്ക് മൂന്ന് ബേസിക് കോൺസെപ്റ്റ്സ് പഠിക്കാനുണ്ട് റവന്യൂയിൽ. ടോട്ടൽ റവന്യൂ, then average revenue, and you have your marginal revenue. The first one is your total revenue. So total revenue is the total amount of money received by a firm from sale of goods and services during a particular period of time. So total revenue എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലയളവിൽ ഒരു പ്രത്യേക ഫേം എത്രത്തോളം വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റുകളിൽ എത്തിച്ചോ അതിൽ നിന്ന് വിറ്റഴിച്ച് കിട്ടുന്ന മൊത്തം വരുമാനത്തിനാണ് നമ്മൾ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. സോ TR is equal to total revenue is equal to Q into P. Q stands for quantity, P stands for price. മൊത്തം എത്ര ഉൽപ്പാദിപ്പിച്ചു ഇൻറ്റു എത്ര പ്രൈസിന് അത് വിറ്റു. സോ TR is equal to PQ എന്നുള്ളതാണ് അതിൻ്റെ ഫോർമുല. Then average revenue. Average revenue എന്ന് പറയുന്നത് ടോട്ടലിൻ്റെ ആവറേജ് ആണ്. സോ ആവറേജ് റവന്യൂ is equal to TR by Q. Total revenue by quantity. Q stands for quantity. Total revenue നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ട് P into Q whole divided by Q എന്ന് എഴുതാം, which is again equal to P, which means that average revenue would be always equal to price of the commodity. Now the third concept is marginal revenue. Marginal revenue എന്ന് പറയുന്നത് it is an addition to the total revenue from the sale of an additional unit of an output. Marginal revenue is nothing but ഒരു യൂണിറ്റ് അധികം വിൽക്കുമ്പോൾ എത്രത്തോളം റവന്യൂ കൂടുന്നു, അഡീഷണൽ എത്ര റവന്യൂ കിട്ടുന്നു, അതിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. സോ മാർജിനൽ റവന്യൂ ന്യൂമറിക്കൽ ഫോർമാറ്റിലാണെങ്കിൽ MR is equal to TR of n minus TR of n minus 1. ഇക്വേഷൻ ഫോർമാറ്റിലാണെങ്കിൽ MR is equal to first order derivative of TR with respect to Q. Alright. Now, what do you mean by shutdown point? എന്താണ് shutdown point? ഇനി നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടോപ്പിക്സ് ആണ് നമുക്ക് മോഡൽ 2-ലുള്ളത്. ഒന്ന് shutdown point, the next one is a break even point. So shutdown point എന്ന് പറയുന്നത് ഒരു കമ്പനി ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അതായത് ഇനി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ ഓപ്പറേഷൻസ് ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു പോയിന്റും ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല എന്ന് വരുന്നൊരു സിറ്റുവേഷനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഷട്ട് ഡൗൺ പോയിന്റ് ഇസ് എ പോയിന്റ് വെയർ ദ ഫേം എക്സ്പീരിയൻസ് നോ ബെനിഫിറ്റ് ഇൻ കണ്ടിന്യൂയിങ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ഓർ പ്രൊഡക്ഷനോ ഓപ്പറേഷൻസോ മുന്നോട്ട് കൊണ്ടുപോയിട്ട് മെച്ചങ്ങളില്ല. ഇനി എക്കണോമിക്സിൽ എങ്ങനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് ഡിഫൈൻ ചെയ്യുക? Shut down point in economics is defined at that point where your market price of a commodity is equal to the average variable cost in the short run. Short run എവിടെയാണോ വില എന്തിന് ഈക്വൽ ആകുന്നത്, ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഈക്വൽ ആകുന്നത്, ആ പോയിന്റിനാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ P is equal to ABC. സോ ഷട്ട് ഡൗൺ പോയിന്റിന്റെ പോയിന്റ് ഓർമ്മ വയ്ക്കുക, പ്രൈസ് is equal to ABC ആണ് ഷോർട്ട് റൺ എങ്കിൽ we call it as shut down point of that particular firm. Now, ഇതിൻ്റെ തന്നെ നമ്മളൊരു പിക്ടോറിയൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് ABC is equal to പ്രൈസ് ആണ്. P1 എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ P1 എന്നുള്ള പ്രൈസിലാണ് നമുക്ക് ആ ഒരു പോയിന്റ് നമുക്ക് അച്ചീവ് ചെയ്യുന്നത്. സോ P1 എന്ന് പറയുന്നത് പ്രൈസ് ABCക്ക് ഈക്വൽ ആകുന്നു, നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം. ഇനി രണ്ട് എക്സ്ട്രാ കേസും കൂടി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൈസ് P2ലേക്ക് കയറാമെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൈസ് P2ലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? പ്രൈസ് P2ലേക്കാണെങ്കിൽ ABC താഴെയാണ്, മുകളിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? മുകളിൽ, അതായത് ആ ABCക്ക് മുകളിൽ മുഴുവൻ നമുക്ക് വരുന്ന പ്രോഫിറ്റ് ആയിരിക്കും അല്ല, കാരണം ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ചെലവിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? സോ ആ ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാൾ മുകളിലാണ് നിങ്ങളുടെ പ്രൈസ് ലൈൻ എങ്കിൽ ബാക്കി കിട്ടുന്ന മുഴുവൻ നമുക്ക് റവന്യൂ ആണ്. കാരണം P is always equal to AR നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. P is equal to ആവറേജ് റവന്യൂ എന്ന് പറയുന്നത് നമുക്ക് പിരിഞ്ഞു കിട്ടുന്ന പണത്തെയാണ്. സോ P is equal to ആവറേജ് റവന്യൂ ആണെങ്കിൽ ഇഫ് പ്രൈസസ് P2 ലെവലാണെങ്കിൽ പ്രോഫിറ്റിലായത് ആ കമ്പനിക്ക് ധൈര്യമായിട്ട് പ്രൊഡക്ഷൻ മുന്നോട്ട് നീക്കാം. ഇനി P1 ആണ് പ്രൈസ് എങ്കിൽ P1ന്റെ പ്രത്യേകത, P1ലാണ് പ്രൈസ് എങ്കിൽ P1 എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത P is equal to ABC ആണ്, ഷട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി P1നേക്കാളും താഴെയാണ് പ്രൈസ് നിൽക്കുന്നതെങ്കിൽ അസ്യൂം ദാറ്റ് ABC അവിടെ തന്നെ നിൽക്കുന്നു, അതിനേക്കാൾ താഴെയാണ് പ്രൈസ് എങ്കിൽ അത് ലോസ് ആണ്. കാരണം എന്താണ്? കോസ്റ്റ് മുകളിലാണ് നിൽക്കുന്നത്, കോസ്റ്റ് കർവ് മുകളിലാണ്, ABC എന്ന് പറയുന്ന കോസ്റ്റ് കർവ് മുകളിലാണ്, അതിന് തൊട്ട് താഴെയാണ് പ്രൈസ് എന്ന് പറയുന്ന ആവറേജ് റവന്യൂ നിൽക്കുന്നത്. അപ്പോൾ വരവ് കുറവാണ്, ചെലവ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് നഷ്ടമാണ്. പക്ഷേ ഷോർട്ട് റണ്ണിൽ ഒരിക്കലും ആ പോയിന്റിൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് അപ്പോൾ തന്നെ നിർത്തിക്കൂടിയത്. പക്ഷേ ഷോർട്ട് റണ്ണിൽ നമ്മൾ എപ്പോഴും ഒരു ഫേം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അസ്യൂം ചെയ്യുന്നത് ഷോർട്ട് റണ്ണിൽ ഈ പറയുന്ന ABCയേക്കാളും താഴെ പ്രൈസ് വന്നാലും ലോങ് റണ്ണിൽ അത് കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, എന്നിട്ടും ശരിയായില്ലെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ P is equal to ABC എന്നുള്ള പോയിന്റിൽ നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്നുള്ള ഡിഫൈൻ ചെയ്യുക? P is equal to ABC ആണ്. ആ P is equal to ABC എന്നുള്ള പോയിന്റ് ഓർമ്മ വയ്ക്കുക.
അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണ്, അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലോസ് ആയിരിക്കും ഷോർട്ട് റണ്ണിൽ. പക്ഷേ അവിടെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യില്ല, ദേ വിൽ ബി കണ്ടിന്യൂയിങ് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഷട്ട് ഡൗൺ പോയിന്റിന്റെ കാര്യത്തിൽ ഓർമ്മ വയ്ക്കാം. The last topic from module 2 is your break-even point. Now, what is your break-even point? So, break-even point is a methodology to study the relationship between total revenue and total cost. നമ്മളപ്പോൾ ഇത്രയും നേരം എന്താണ് റവന്യൂ, എന്താണ് കോസ്റ്റ് എന്നൊക്കെ പഠിച്ചു. ഈ റവന്യൂവിനും കോസ്റ്റിനെയും കുറിച്ച് ഒരുമിച്ച് പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബ്രേക്ക്-ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ break-even point is that point where your TC is equal to TR. ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും എവിടെയാണോ ഈക്വൽ ആകുന്നത് ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ സിൻസ് റവന്യൂ ഇസ് ഈക്വൽ ടു കോസ്റ്റ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് നോ പ്രോഫിറ്റ് നോ ലോസ് സീറോ പ്രോഫിറ്റ് സോൺ. പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നഷ്ടവും ഇല്ല ലാഭവും ഇല്ല, ഒരു പ്രോഫിറ്റും ഇല്ലാത്തൊരു അവസ്ഥേനെയാണ് നമ്മൾ ടി സി ഇസ് ഈക്വൽ ടു ടി ആർ, വി കോൾ ഇറ്റ് ആസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ടി സി ഇസ് ഈക്വൽ ടു ടി ആർ എന്നാണ്. നൗ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ടി ആർ മൈനസ് ടി സി, ദാറ്റ് മീൻസ് ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യാം. അത് വീണ്ടും നമുക്ക് റീറൈറ്റ് ചെയ്യാം. ടോട്ടൽ റവന്യൂവിനെ പി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം, ടോട്ടൽ കോസ്റ്റിനെ ടി എഫ് സി പ്ലസ് ടി വി സി എന്ന് എഴുതാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇസ് ഈക്വൽ ടു ടി ആർ മൈനസ് ടി സി ഓർ പി ഇൻറ്റു ക്യൂ മൈനസ് ടി എഫ് സി പ്ലസ് ടി വി സി എന്ന് എഴുതാം. കൈൻഡ്ലി നോട്ട് ദാറ്റ് ഇക്വേഷൻസ് നമുക്ക് ഇത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇനി ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇസ് ഈക്വൽ ടു ടി എഫ് സി ഡിവൈഡഡ് ബൈ പ്രൈസ് മൈനസ് എ ബി സി. Alright, so break even point is equal to total fixed cost divided by price minus AVC, that is average variable cost. Now ഇതിൻ്റെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സ് ആക്സിസിൽ സെയിൽസ് ഉണ്ട്, വൈ ആക്സിസിൽ ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ. നിങ്ങളുടെ ഫിക്സ്ഡ് കോസ്റ്റ് എന്നുള്ള കർവ് ഹൊറിസോണ്ടൽ സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് കർവ്, നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ മുകളിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കർവ് ലീനിയർ ഷേപ്പിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിൽസ്, ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നതാണ് നമ്മുടെ റവന്യൂ കർവ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, കാരണം സെയിൽസിൽ നിന്ന് കിട്ടുന്നതാണ് റവന്യൂ. സോ ടോട്ടൽ സെയിൽസ് കർവ് എന്ന് പറയുന്നത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, കാരണം ഓരോ യൂണിറ്റ് വിറ്റഴിച്ച് കിട്ടുന്ന വരുമാനത്തിനെയാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. സോ ടോട്ടൽ സെയിൽസ് ഓർ ടോട്ടൽ റവന്യൂ കർവ് സ്റ്റാർട്ട്സ് ഫ്രം ദി ഒറിജിൻ. ഇത് എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂ കർവും എവിടെയാണോ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബട്ട് കൈൻഡ്ലി നോട്ട്, ആ ബ്രേക്ക് ഈവൻ എത്തുന്നതിന് മുമ്പ് വരെ ടോട്ടൽ കോസ്റ്റ് കൂടുതലും റവന്യൂ കുറവായിരിക്കും, അപ്പോൾ അവിടെ ലോസ് ആയിരിക്കും. ആൻഡ് ബ്രേക്ക് ഈവൻ കഴിഞ്ഞതിന് ശേഷം സെയിൽസ്, അതായത് റവന്യൂ കൂടുതലും കോസ്റ്റ് കുറവായിരിക്കും, അത് പ്രോഫിറ്റ് ആയിരിക്കും. കൈൻഡ്ലി നോട്ട് ദാറ്റ് ചേഞ്ച്. ബാക്കി വേരിയബിൾസ് നിങ്ങൾ തൽക്കാലം ഗ്രാഫിലത്തെ പഠിക്കേണ്ട, തൽക്കാലം ഈ ഒരു ഗ്രാഫ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക, വരയ്ക്കാനും അത് പഠിച്ചു വയ്ക്കാം. നൗ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്ന രണ്ട് സബ് ടോപ്പിക്സിൽ ഒന്നാണ് പി വി റേഷ്യോ. എന്താണ് പി വി റേഷ്യോ? ദാറ്റ് ഇസ് profit volume ratio. So profit volume ratio is a ratio of contribution to sales. സെയിൽസിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് ഓർമ്മ വയ്ക്കുക. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ്, ദാറ്റ് ഇസ് എസ് മൈനസ് വി ഡിവൈഡഡ് ബൈ എസ്. അല്ലെങ്കിൽ വേറൊരു ഫോർമുല ഉള്ളത് പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ്, ദാറ്റ് ഇസ് എഫ് പ്ലസ് പി ഡിവൈഡ് ബൈ എസ്. ഓക്കെ, എഫ് പ്ലസ് പി ഹോൾ ഡിവൈഡ് ബൈ എസ്. നൗ ഇത് പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇനി പി വി റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൻ എങ്ങനെ കണ്ടുപിടിക്കാം? സോ യൂസിങ് പി വി റേഷ്യോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ബ്രേക്ക് ഈവൻ പോയിന്റ് യൂസിങ് ദ ഫോർമുല ബി പി ഇസ് ഈക്വൽ ടു ടി എഫ് സി ഡിവൈഡ് ബൈ പ്രൈസ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ഓർ TFC into S. S stands for sales. So TFC into sales whole divided by sales minus variable cost. അപ്പോൾ ഈ ഫോർമുലാസ് കൃത്യമായിട്ട് ഓർമ്മ വയ്ക്കാൻ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് സബ് ടോപ്പിക്, ഈ പറയുന്ന ബ്രേക്ക് ഈവൻ പോയിന്റ് ലാസ്റ്റ് സബ് ടോപ്പിക് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇസ് ഹൗ മച്ച് ഔട്ട്പുട്ട് ഓർ സെയിൽസ് ലെവൽ ക്യാൻ ഫോൾ ബിഫോർ എ ബിസിനസ് റീച്ചസ് ഇറ്റ്സ് ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റിൽ എത്തുന്ന ആ പോയിന്റ് എത്രത്തോളം മിനിമം ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു സേഫ് സോണിൽ നമുക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് വാട്ട് വി കോൾ as മാർജിൻ ഓഫ് സേഫ്റ്റി. സോ MOS is equal to excess of sales minus break even point. സോ ഇതിൽ എക്സസ് ഓഫ് സെയിൽസ് എന്നുള്ളതിൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ വാല്യൂ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, സോ ഈ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മ വയ്ക്കാൻ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. ഇതിൽ അഗെയിൻ ആസ് ഐ റൈറ്റ്ലി മെൻഷൻ നമുക്കിതിൽ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് നമുക്ക് വരുന്നുണ്ട്. വിൽ ബി ഡിസ്കസിങ് ഇറ്റ്. Now, what are the advantages of break-even point? Break-even point in advantages എന്താണ്? First one, to know the cost revenue relationship. ഉൽപാദന ചെലവും വരവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് പഠിക്കാൻ പറ്റുന്നു. അതിനനുസരിച്ച് ഫ്യൂച്ചർ ബിസിനസ് എക്സ്പാൻഷൻ, ബിസിനസ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണം,
പ്രൊഡക്ഷൻ എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യണം, സെയിൽസ് എത്രത്തോളം സെയിൽസ് നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് ടാർഗറ്റ് ചെയ്യാനും ബെസ്റ്റ് മാനേജീരിയൽ ഡിസിഷൻസ് എടുക്കുവാനും നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇത് ബ്രേക്ക് ഈവൻ പോയിന്റ് തന്നെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്, നമ്മളതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യുന്നതാണ്. സോ നമുക്ക് 3-4 പ്രോബ്ലംസ് ഉണ്ട്. സോ ഇത്രയാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റിൽ വരുന്ന ടോപ്പിക്സ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ഫോർമുല, അതിനോടനുബന്ധിച്ച് വരുന്ന PV റേഷ്യോന്റെ ഫോർമുല ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഫോർമുലയും നിങ്ങൾക്ക് ഓർമ്മ വയ്ക്കണം. സോ വിത്ത് ദിസ് വി കൺക്ലൂഡ് മോഡ്യൂൾ 2. മോഡ്യൂൾ 2 നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മോഡ്യൂൾ 1-ന്റെയും 2-ന്റെയും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓൾറൈറ്റ്, താങ്ക് യു.